ഫൈനാൻസിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞു, ഡിസഡ്വാൻറ്റേജസ് പറഞ്ഞു. അതുകൊണ്ട് കമ്പനിക്ക് കടമെടുക്കാതെ ഇക്വിറ്റി ഫൈനാൻസിങ് ചെയ്തുകൂടെ? ചെയ്യാൻ പറ്റാത്തത് കുറച്ച് കാരണങ്ങൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു. അത് കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതായത് കടമെടുക്കുമ്പോൾ എൻ്റെ കമ്പനിക്ക് എന്താണ് നഷ്ടമാവുന്നത്? ആ കടത്തിൻ്റെ ഇൻട്രസ്റ്റ് മാത്രമാണ് നഷ്ടമാവുന്നത്. എന്നാൽ ഇക്വിറ്റി ഫൈനാൻസിങ് ചെയ്യുമ്പോഴോ ഓരോ ഷെയർസിലും എൻ്റെ കമ്പനി ഉണ്ടാക്കുന്ന മൊത്തം പ്രോഫിറ്റ് എനിക്ക് നഷ്ടമാവുകയാണ്. അപ്പോൾ ആ കമ്പനിയുടെ റിട്ടേൺ ആണ് ഇവിടെ കോസ്റ്റായി വരുന്നത്. കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലിശയായി വരുന്നത്. സാധാരണഗതി നമ്മൾ കടമെടുക്കുമ്പോൾ പലിശയായി വരുന്നത് ബാങ്കിൻ്റെ പലിശയാണ്. എന്നാൽ ഒരു ഷെയർ ട്രേഡ് ചെയ്യുമ്പോൾ പലിശയായി വരുന്നത് എൻ്റെ കമ്പനിക്ക് എത്രയ്ക്കൊക്കെ നേട്ടം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള അതിൻ്റെ ശതമാനമാണ്. അത് തീർച്ചയായും കടത്തേക്കാൾ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇക്വിറ്റി ഫൈനാൻസിങ് ഒരു കമ്പനിക്ക് ശരിക്കും നോക്കുമ്പോൾ